യശ് സർ. നന്നായിരുന്നു മോനെ. താങ്ക് യു സർ. നല്ല ഫീലുണ്ടായിരുന്നു, രസമായിരുന്നു, കേൾക്കാനൊക്കെ രസമായിരുന്നു. എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രാഗഭാവം അത് കുറച്ചുകൂടെ ഒന്ന് ബലപ്പിക്കണം കേട്ടോ. അപ്പം അതായത് സാമജ സഞ്ചാരിണി ഒന്ന് പാടിക്കേ. സാമജ സഞ്ചാരിണി ജാരിണി സഞ്ചാരിണി സരസി അതിന്റെ ഗമകം. സരസീരുഹ മധുവാ മധുവാ മധുവാദിനി. അടുത്തത് സാമജ 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 സഞ്ചാരിണി ജാരിണി സഞ്ചാരിണി സരസി സരസി സരസീരുഹ മധുവാദിനി. ഓക്കെ. ശൃണു മമ ഹൃദയം സ്മരശരനിലയം. ശൃണു മമ ഹൃദയം ഒരു ഇത് ഹൃദയം സ്മരശര സ്മരസദ സ്മരശരനിലയം നിലയം നിലയം സാമജ സഞ്ചാരി സാമജ സഞ്ചാരിണി. അതാണ്. പിന്നെ അധരം അധരം മധുരം അധരം മധുരം ഒരു ഇത് വരണം കേട്ടോ. ഓക്കെ സാർ. പിന്നെ ഇതിനകത്ത് സ്വരത്തില് ആദ്യ സെക്കൻഡ് ഫ്രൈസ് ഒന്ന് പാടിക്കാം. ആദ്യം പാടിക്കുള്ളൂ. ദസനി ദസനി ദദ സാദമ. പായാണോ സായാണോ? പാന്നാണ് തുടങ്ങുന്നത്. പസദമാഗ. എനിക്ക് തോന്നിയത് ദസനീദ ഏതാ പാടിയത്? സാ തന്നെ പറഞ്ഞ, പക്ഷെ പാന്നെടുത്ത് പാടി. ഓക്കെ, കുഴപ്പമില്ല. എനിക്ക് അവിടെ എന്തോ ഒരു എൻ്റെ മനസ്സിൽ തോന്നിയതാണ് കേട്ടോ. കുഴപ്പമില്ല. ഇങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളാണ് വന്നത്. പിന്നെ ശ്രുതി ലാസ്റ്റ് പല്ലവിൽ ഒരു ശക്കലും കൂടെ ചേരാനുണ്ട്. അതർവൈസ് നല്ല സെലക്ഷൻ, നന്നായിട്ട് തന്നെ പാടിയിട്ടുണ്ട് കേട്ടോ. ഗോഡ് ബ്ലെസ് യു. ഗുഡ് ലക്ക്. യശേ നല്ല ഐശ്വര്യമുള്ള പാട്ട്. യശ് നന്നായിട്ട് തന്നെ പാടി, നന്നായിട്ട് തന്നെ പാടി. പിന്നെ ഇതിൽ നമ്മൾ കുറച്ചും കൂടെ കയറി അത് എന്താ പറയുക, കുറച്ചും കൂടെ അറിയുമ്പോഴാണ് എല്ലാം അങ്ങനല്ലേ, അപ്പോഴല്ലേ അതിൻ്റെ ഒരു യഥാർത്ഥമായിട്ടുള്ള സ്വഭാവം മനസ്സിലാകത്തുള്ളൂ. ഇപ്പം ഈ സഞ്ചാരിണി പാടുമ്പം തന്നെ അതിലൊരു ചെറിയ വ്യത്യാസമേ ഉള്ളൂ. അത് യഷിന് കൃത്യമായിട്ട് അത് മനസ്സിലാകാത്തതുകൊണ്ടാണ്, അല്ലാതെ അത് തെറ്റൊന്നുമല്ല. ആ സഞ്ചാരിണി ഒന്ന് പാടാമോ? ഇപ്പം അണ്ണൻ പാടിച്ചില്ലേ? സാമജ സഞ്ചാരിണി ആ തൊടുന്ന അത് തെറ്റൊന്നുമല്ല. സഞ്ചാരിണി നൈസ് നൈസ്. അത് തെറ്റല്ല, കുറച്ചും കൂടെ പ്രസൻസ് ഉണ്ടാവും അത് കേൾക്കുമ്പോൾ കേട്ടോ. അത് തെറ്റൊന്നുമല്ല. പക്ഷെ ഇങ്ങനെ പാടുമ്പോൾ അത് കുറേ കൂടെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പം അത് അണ്ണൻ അതിനാണ് യശിനെ കൊണ്ട് പാടിപ്പിച്ചത് കേട്ടോ, പാടിപ്പിച്ചത്. ബാക്കിയൊക്കെ നന്നായിരുന്നു. ഈ അധരം മധുരം അതൊന്ന് പാടാമോ? അധരം മധുരം മകരം. അധരം നല്ലാതെ അതിന് കുറച്ചും കൂടെ ഒരു ഗും വരട്ടെ. അധരം മധുരം അധരം മധുരം മകരന്ദഭരം മകരന്ദഭരിണി മകരന്ദ അത് കേക്കട്ടെ. മകരന്ദ അത് ലൈറ്റ് ആയിട്ടല്ല, അത് കുറച്ചും കൂടെ പ്രോമിനന്റ് ആയിട്ട് കേക്കട്ടെ. കറക്റ്റ് എന്നാ പാടൂ. മകരന്ദഭരം അത് കേൾപ്പിക്കണം കേട്ടോ, അപ്പോഴതിനൊരു കുറച്ചും കൂടെ ഒരു സുഖം കിട്ടും. പിന്നെ വേറൊന്നുമില്ല, അതൊരു നല്ല പാട്ട്. ഇത് കുറച്ചും കൂടെ എന്താ പറയുക, നമ്മളെപ്പോഴും യശു വന്ന് നിൽക്കുമ്പോൾ യശുവിൻ്റെ ഓരോ പെർഫോമൻസിലും ഒരു ബ്രില്യൻസ് ഉണ്ടാകും. ആ ബ്രില്യൻസ് ഈ ഒരു ഷെഡ്യൂളിൽ നമുക്ക് അങ്ങോട്ട് അങ്ങനെ ഫീൽ ചെയ്തില്ല. ഈ മുങ്ങിത്തപ്പുമ്പോഴാണ് മുത്ത് കിട്ടുന്നത്. അങ്ങനെ മുങ്ങിത്തപ്പണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അത്രേ ഉള്ളൂ. നന്നായിട്ട് തന്നെ പാടി യശേ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ.